ഫോട്ടോഗ്രാഫിയുടെ നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് റീടച്ചിങ് ക്ലാസ്സിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ റീടച്ചിങ് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ സെറ്റപ്പ്. അതിൽ ഇനി അടുത്തതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 സംഗതികളെ കൂടി നോക്കിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഈ ഫോട്ടോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിതിൽ ഗ്ലേസിങ്ങുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. സാരിൻ്റെ ഇത്രയും ഭാഗങ്ങളൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഫേസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. എല്ലാം ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ സംഗതികളും ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് ക്ലിയർ ആവും, കാര്യങ്ങൾ മനസ്സിലാവും. അത് നീട്ടിക്കൊണ്ടുപോകല്ല, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ, കാരണം അത് തറവാക്കാനുള്ള ഒരു പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐലൈനർ ചെയ്തു, ലിഡ് കളർ ബ്രൗൺ ചെയ്ത് നോക്കി. ഇനി വേണമെങ്കിൽ റെഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ കളറ് അല്ല വേണ്ട, വയലറ്റ് ആയിക്കോട്ടെ, കളർ വയലറ്റ്. ഓക്കെ, അതും കൂടെ അത് ചെയ്ത് നോക്കാം. ഐബോളിൻ്റെ നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യുക, അതാണ് ഉദ്ദേശം. കണ്ടോ എത്ര പെട്ടെന്ന് വയലറ്റ് ആയത്. ഇത് അതും നോക്കി, ഇത് ബ്ലാക്ക്, നമുക്ക് വയലറ്റിലേക്ക് മാറ്റാം. അത് ചെറുതാക്കുമ്പോഴാണ് അതിൻ്റെ ഫീൽ കിട്ടുക. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ ഇനി ഐ വൈറ്റ്നർ. ഐ വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ വെച്ചാൽ ഈ ചിലതൊക്കെ ഈ പിന്നെ രക്തം വെള്ള പോലെ ഇങ്ങനെ തോന്നുക കണ്ണൊക്കെ. അപ്പോൾ അതൊന്ന് വൈറ്റ്നർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കൂടുതലൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഷാർപ്പനിങ്. ഇപ്പോൾ നമ്മൾ ചില ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ കണ്ണ് ഷാർപ്പായിട്ടുണ്ടാവില്ല. കണ്ണ് ഷാർപ്പാവാത്ത ഫോട്ടോ ഔട്ടായി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് കണ്ണ് ശരിയാക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ ശരിയാവും. അപ്പോൾ അത് നമുക്ക് ശരിക്കും കണ്ണൊന്ന് ഷാർപ്പനിങ് കൊടുത്താൽ നന്നാവും. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണ്, അതായത് ശരിക്കും മൊത്തത്തിലോട്ട് ഷാർപ്പായി കിട്ടിയാൽ നമ്മൾ ആ എടുത്ത ഫോട്ടോ വേസ്റ്റ് ആവില്ല. അത് പിന്നെ ചെറുതായി കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഉണ്ടോ, കണ്ണെടുത്ത് കാണിക്കും ശരിക്കും. അപ്പോൾ കണ്ണ് ഐ ഷാർപ്പനിങ് അതൊന്ന് കൊടുക്കാം. പിന്നെ ലിപ്പ് ലൈനർ, ലിപ്പ് ഷാർപ്പനിങ് ഒക്കെ നമ്മൾ നോക്കി. പിന്നെ ഹെയർ കളർ ചേഞ്ച് വേണമെങ്കിൽ നോക്കാം. നമ്മൾ നേരത്തെ ബ്ലാക്കിനെ മാത്രമാണല്ലോ ചെയ്തത്. ഇതിൽ കളർ ചേഞ്ചിങ് ഒന്ന് നോക്കാം. കളർ ചേഞ്ചിങ് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ. ഇത് ഞാനൊന്ന് കംപ്ലീറ്റ് കൊടുക്കുകയാണ്, കാരണം ഞാൻ നേരത്തെ കംപ്ലീറ്റ് കൊടുക്കാൻ മറന്നുപോയി. മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് കൊടുത്തു. ഇനി എയർ കളറിങ് ഒന്നുകൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ലെയർ മാത്രമേ വരുള്ളൂ. നേരത്തെ 8-10 ലെയർ ഒന്നിച്ച് വന്നു. ഓക്കെ, ഇനി നമുക്കത് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് നോക്കാം. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ അത് ഈ മോഡലിൻ്റെ മുടീൻ്റെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ കൂടി നിൽക്കണ പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ബോറാണ്. ഇപ്പോൾ എല്ലാ മുടിയും കൂടിയും എല്ലാ ഭാഗത്തും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മഹാ ബോറാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓപ്പാസിറ്റിയും ഫ്ലോയും ഒന്ന് കുറക്കാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ശരിക്കും വല്ലാതെ ഓവറായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റിനെ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക. അതേപോലെ ഫ്ലോയും ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ 33-36 അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഒരു മിഡിൽ ലൈറ്റേ വരുള്ളൂ. മറ്റേ ഓവറായിട്ട് കളർ വന്നു കഴിഞ്ഞാൽ ബോറാവും. ഓക്കെ, അത് മാത്രമല്ല ബോറാകുമെന്ന് വെച്ചാൽ ഈ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് തേച്ച പോലെ ഉണ്ടാവും. ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ കളറിങ്ങിൻ്റെ പ്രത്യേകത കണ്ടോ, ഇപ്പോൾ ശരിക്കും ആ പുറത്തേക്കൊരു പൊടിക്ക് കയറിപ്പോയി. അത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒഴിവായി കിട്ടുകയും ചെയ്യുക. അത് ഒന്നുകിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി നന്നാവലാണ്. അതായത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ ഒരു സെക്കൻഡ്, അതാ ഇത്രയും ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മുടിൻ്റെ പുറം ഭാഗം നിൽക്കണം, അവിടെ കൊടുക്കാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കളറിങ് എടുത്തിട്ട് അവിടെ നിന്ന് കളർ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ അല്ലേ?
ഞാൻ പെട്ടെന്ന് ചെയ്തു പോവുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളരെ സ്ലോവിൽ ചെയ്യണം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ ടച്ച് ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ച് ചെയ്യല്ല. അങ്ങനെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ടൈം അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ക്ലാസ്സുകൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പലപ്പോഴും പലതും ചെയ്യുന്നത്. അപ്പോൾ അത് പക്ക പെർഫെക്റ്റ് ആവണം എന്നില്ല. എന്ന് വെച്ചാൽ അത് നിങ്ങളെ ആശ്വാസത്തിലിരുന്ന് നിങ്ങൾ ചെയ്ത് പരിശീലിക്കേണ്ട സംഭവമാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ. കളർ കറക്റ്റായി കിട്ടും. നമ്മളത് സ്ലോവിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായി കിട്ടും. ഓക്കെ. കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെയർ കളറിങ്. പിന്നെ ജ്വൽ ഷൈന് നമ്മൾ നേരത്തെ ഒന്ന് കൊടുത്തു. ഇനി ഒന്ന് കാണിച്ചു തരാം. ജ്വല്ലറി ഷൈന് നമുക്ക്, കാരണം ഇവിടെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാൻ പറ്റും. ഓക്കെ. ശരിക്കും ജ്വൽ ഷൈനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കൊടുത്താൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. അത് എടുത്ത് കാണിക്കും. പിന്നെ മാത്രമല്ല, നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് മാത്രം ഗോൾഡാക്കി ബാക്കി പിക്ചറൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത്. ഓക്കെ. അതൊന്ന് ഗോൾഡ് ഇത് കൊടുത്തു, ജ്വൽ ഷൈന് കൊടുത്തു. ഇനി ഒന്ന് ഷാർപ്പനിങ് കൂടി കൊടുക്കാം. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാവണമെങ്കിൽ ഈ പിക്ചർ ക്വാളിറ്റി ഇല്ല. ഓക്കെ. എന്തായാലും നോക്കാം കേട്ടോ. ആ മുത്തുകളൊക്കെ അതിങ്ങനെ എടുത്ത് കാണിക്കും. ചെറുതാക്കുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഇമ്പ്രഷൻ കിട്ടും. ഞാൻ ഇത്രയും ഭാഗം ചെയ്തിട്ടുള്ളൂ, മേലേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഓക്കെ. അതുപോലെ മുത്ത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈ 3 ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ട, അത് ശരിക്കും അത് എടുത്ത് ഭയങ്കരമായിട്ട് കാണിക്കും. നല്ല രസമായിട്ട് കാണിക്കും. കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പിക്ചറൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ, മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഇതും നമുക്കൊന്ന് ഗ്ലോ കൊടുക്കുക. അതേപോലെ ടോട്ടലി ഒന്ന് ഗ്ലേസിങ് കിട്ടും. ഭയങ്കര രസമാണത്. ഒന്ന് കംപ്ലീറ്റ് കൊടുത്തു. ഷൈനിങ് കൂടെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രം ഇങ്ങനെ നോക്കി. ഇത് കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണ്ടേ. ഓക്കെ. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തത്. ശരിക്കും അത് എടുത്ത് കാണിക്കും, അടിപൊളിയായിട്ട് കാണിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ജ്വല്ലറി കളറ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. എന്നാലും നോക്കാം. ശരിക്കും വലുതാക്കി അത് ഭയങ്കര മൈന്യൂട്ട് സാധനങ്ങളായിട്ട് ചെയ്യണം. കാരണം അത് ഓരോന്നെടുത്ത് ടച്ച് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ഗ്ലേസിങ്ങും ഇതൊക്കെ കൊടുത്ത് ഗ്ലോ ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ലാസ്റ്റ്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഗ്ലോ ആക്കിയ സാധനം അതേപോലെ തിരിച്ച് കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് അത് മാത്രം കളറാക്കുമ്പോൾ. ജ്വല്ലറി മാത്രം കളറാക്കുക, ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അത് കാരണം ജ്വൽസ് ഇപ്പോൾ ഈ പരസ്യം ഇതൊക്കെ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ജ്വല്ലറി ആഡുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ജ്വല്ലറിനെ എടുത്ത് കാണിക്കാൻ വേണ്ടി അത് മാത്രം ഗോൾഡിൽ കൊടുക്കും, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഐഡിയ തോന്നുന്ന രൂപത്തിൽ പല ഐഡിയ വെച്ചിട്ടും ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജ്വല്ലറി കളർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഡ്രസ്സ് എൻഹാൻസിങ് ഉണ്ട്. അതിനിപ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയില്ല, കാരണം ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. നമ്മൾ തൽക്കാലം ഇതൊന്ന് ക്യാൻസൽ അടിച്ചിട്ട് നമുക്ക് വേറെ ഫോട്ടോ തുറക്കാം. ഓക്കെ, ഡ്രസ്സ് ഷാർപ്പനിങ് എന്തായിരുന്നു? ഹെയർ ടെക്സ്ചർ, ബ്ലാക്ക് കളറിങ്, ജ്വല്ലറി, ഡ്രസ്സ് കളർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഡ്രസ്സ് എൻഹാൻസിങ്. ഡ്രസ്സ് കളർ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും ഇതിനൊക്കെ പറ്റിയേ നമുക്ക്. ഏത് ഇപ്പോൾ നേരത്തെ ജ്വല്ലറി ചെയ്ത പോലെ ശരിക്കും പിന്നെ ഡ്രസ്സിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഫേസ് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഡ്രസ്സ് കളറ് തിരിച്ചും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഡ്രസ്സ് എൻഹാൻസാണ് നമ്മൾ കൊടുത്തത്. ശരിക്കും ഇങ്ങനെയുള്ള ഏരിയകളിൽ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും മനസ്സിലാവുക. എൻഹാൻസ് പറഞ്ഞാൽ അത് ശരിക്കും ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കണ ഫീല് തോന്നും. ഇതിൻ്റെ ഇത് രണ്ടും നോക്കിയാൽ, ഇതും തൊട്ടിപ്പുറത്തുള്ളതും നോക്കിയാൽ, അല്ലെങ്കിൽ മേലുള്ളത് കണ്ടോ? ഇത് ശരിക്കും അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഈ ഭാഗം ഇത് മാത്രം ചെയ്താൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒപ്പാസിറ്റിയൊക്കെ വളരെ കുറച്ചിട്ടൊക്കെയാണ്. നമ്മൾ നേരത്തെ മുടി ചെയ്തപ്പോൾ കുറച്ചിട്ടാണ്. അതൊന്ന് കൂട്ടിയിട്ടാൽ പെട്ടെന്നാവും. വേണ്ട, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഡാർക്കായി എന്നല്ല നോക്കേണ്ടത്. അതിൻ്റെ ആ ഒരു എൻഹാൻസിങ്, അത് ആ ഒരു എടുത്ത് കാണിക്കൽ ഭയങ്കര രസമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ ഡ്രസ്സ് കളറിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതങ്ങനെ ചെയ്യാം. ഇപ്പോഴും ഫിനിഷ് കൊടുക്കാൻ മറന്നുപോയി. ഓക്കെ, കണ്ടോ? ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഭാഗം മാത്രം കളർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ പല രൂപത്തിലും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം.